നിങ്ങൾ തോന്നുന്ന മാതിരി പറയുന്നതിന് ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല. നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ. ഞാൻ പറയും അല്ല, നോക്ക്, ഈ പറയുമ്പോ നീ ഒരു കാര്യം അറിയും. നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. മര്യാദക്ക് സംസാരിക്കണം. വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ? നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല. നേരത്തെ പറഞ്ഞത് ഉണ്ടാക്കി ചോദിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഞാനല്ല, സ്പോൺസറാണ് ആ ചോദ്യം ചോദിക്കാൻ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്? എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പേടില്ലാണ്ടായോ? ഞാന് സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞെന്താ, ആ സ്പോൺസർ പറഞ്ഞെന്താ, നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും, ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോവും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളത്? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇതാണ് അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് വളരെ വ്യക്തമല്ലേ? ഇനിയിപ്പോ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോ എന്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു. അവന്റെ മുഖത്ത് നോക്കി ഞാനല്ല പറയേണ്ടത്, രണ്ടാട്ടാണ്. കരാർ ഒപ്പിട്ട് ഒരു ഗാനമേള ട്രൂപ്പിനെയോ ബാൻഡ് സംഘത്തെയോ നാടക സംഘത്തെയോ കൊണ്ടുവരുന്ന ലാഘവത്തോടു കൂടിയാണ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഇതാ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, അവർ തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു, തങ്ങളൊപ്പം നിൽക്കുന്നു, ഇതാ അവർ വരുന്നു എന്ന് ഉറപ്പ് നൽകിയത്. അപ്പോൾ കഴിഞ്ഞ 8 മാസമായി പല കാലത്ത് മന്ത്രി വി അബ്ദുറഹ്മാനും ഏറ്റവും ഒടുവിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും നമ്മോട് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുവരാം അവരുടെ പ്രതികരണങ്ങളിൽ. ഉറക്കം വരുന്നു. ലോകകപ്പ് വിജയികളായ മുഴുവൻ ടീമുകളും കേരളത്തിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ അറിയിച്ചത്. ഇന്ത്യയിൽ അർജന്റീന മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഗവൺമെന്റ് അല്ല മെസ്സിയെ കൊണ്ടുവരുന്നത്, അത് സ്പോൺസറാണ്. സർക്കാരിന്റെ കയ്യിൽ ഇത്രയധികം പണമില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലാണ് ആ സ്പോൺസർഷിപ്പ് അവരുടെ റിക്വസ്റ്റ് പ്രകാരം അവർ കൊടുത്താണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിനൊരു പോക്കേ. സ്പോൺസർ ഇപ്പോൾ നിങ്ങൾ അറിയിച്ചെന്ന് പറഞ്ഞു പണം കൊടുക്കുക. അദ്ദേഹം പണം അടച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തും. സ്പോൺസർമാർക്ക് കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാകാം, എന്നാൽ സംസ്ഥാനത്തെ മന്ത്രിക്ക് വേണ്ടത് പൊതു താല്പര്യമാണ്. ആ മന്ത്രിയാണ് നമ്മോടൊക്കെ തന്നെ ഉറപ്പ് നൽകിയത്, അർജന്റീനൻ ടീം വരുമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ സംസ്ഥാന കായിക മന്ത്രി മലക്കം മറിഞ്ഞത് എന്നതാണ് വളരെ സീക്വൻഷ്യലായി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മെസ്സി വരും, അർജന്റീന ടീം കളിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രചരണം നടന്നിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിനെ ചുറ്റിപ്പറ്റി കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടായി. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. വലിയ പ്രചരണം നടന്നു. കേരളത്തിലെ കായിക പ്രേമികൾക്ക് വലിയ ഒരു പ്രതീക്ഷ കൊടുത്ത ഒരു പ്രചരണം. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ടിക്കറ്റ് വിൽപ്പന, പണപ്പിരിവ്, അങ്ങനെ പലതും കേട്ടു. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു, അങ്ങനെ അതൊക്കെ നടക്കുന്നുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്നലെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് മെസ്സി വരില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇപ്പോൾ കായിക മന്ത്രി അബ്ദുറഹ്മാനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, നിന്റെ ഒന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയലല്ല എൻ്റെ പണിയെന്ന്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, ഈ പൗരന്മാർക്ക് മന്ത്രിയോട് ചോദിക്കണം. കാരണം മന്ത്രിയാണ് മറുപടി പറയേണ്ടത്. നമുക്ക് ആൻഡോ അഗസ്റ്റിന്റെ മറുപടി വേണ്ട. നമുക്ക് ഏതെങ്കിലും ചാനൽ മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിയുടെ മറുപടിയല്ല. കേരളത്തിലെ പൊതുജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യതയുള്ളത്, ഉത്തരവാദിത്തമുള്ളത് അബ്ദുറഹ്മാൻ എന്ന കായിക മന്ത്രിയാണ്, ഈ സർക്കാരാണ്. എന്ത് വിശ്വാസ്യതയുടെ പുറത്താണ് ഈ ആൻഡോ അഗസ്റ്റിനെ ഇതിന്റെ സ്പോൺസറായിട്ട് ചുമതലപ്പെടുത്തിയത്? അത് പിന്നെ ഏതെങ്കിലും ഒരു കരാറ് GCDAയും സംസ്ഥാന സർക്കാരും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കരാറിൽ ആൻഡോ അഗസ്റ്റിനെ ഏർപ്പെട്ടിട്ടുണ്ടോ?
ഏത് തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കലൂർ സ്റ്റേഡിയം DCDAയുടെ അധികാരത്തിലിരിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനും അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ആൻഡ് ഓഗസ്റ്റിനെ ചുമതലപ്പെടുത്തി ഏത് കരാറിൻ്റെ ബലത്തിലാണ്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. വയനാട്ടിൽ കേരള പോലീസിൻ്റെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 251/21 എൻ്റെ ഓർമ്മ ശരിയാണ്, 251/21 പ്രകാരമുള്ള മുട്ടിൽ മരമുറി കേസ് എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. വഞ്ചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ആ വ്യാജരേഖ ഉപയോഗിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ PDPP ആക്ട് അടക്കം ഉള്ള കേസിൽ വകുപ്പുകൾ പ്രകാരം കേസിൽ പ്രതിയായിട്ടുള്ള 3-ാം പ്രതിയായിട്ടുള്ള ആൻഡ് ഓഗസ്റ്റിന് സംസ്ഥാന സർക്കാർ കണ്ട വിശ്വാസ്യത എന്താണ്? ഈ സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മന്ത്രിയോ കായിക വകുപ്പോ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെസ്സിയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഇതിനൊക്കെ മറുപടി കിട്ടണം. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ഇതിന് മറുപടി ചോദിക്കുമ്പോൾ നിന്റെ ഒന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയലല്ല എൻ്റെ പണിയെന്ന് മന്ത്രി പറഞ്ഞാൽ അത് ആ ദാഷ്ട്യം കയ്യിൽ വെച്ചാൽ മതി. കാരണം പൊതുസമൂഹത്തിൽ നിന്ന് പിടിക്കുന്ന ഖജനാവിൽ നിന്നുള്ള പണം കൊണ്ട് ശമ്പളം പറ്റുന്ന മന്ത്രിമാർ മറുപടി പറയണം. ശമ്പളം പറ്റുന്നത് മാത്രമല്ല, നമ്മളെ പറ്റിക്കുകയും കൂടിയാണ് ഇവരുടെ പണിയെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ സംസ്ഥാന സർക്കാരിൻ്റെ PR ഏജൻസിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള ആൻഡ് ഓഗസ്റ്റിൻ 9 കേസിൽ ഇതേ പോലീസിൻ്റെ കേസിൽ പ്രതിയായിട്ടിരിക്കുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത കളയുന്ന രീതിയിൽ കലൂർ സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി ചെക്ക് നടത്താൻ ഇയാൾക്ക് ആര് അനുമതി കൊടുത്തു? പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചു നടക്കാൻ പറ്റൂല. DCDA ഉത്തരം പറയണം, സംസ്ഥാന കായിക വകുപ്പ് ഉത്തരം പറയണം, മന്ത്രി ഉത്തരം പറയണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ആൻഡ് ഓഗസ്റ്റിൻ മാംഗോ ഫോൺ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, മുട്ടിൽ മരമുറി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ബാങ്ക് ലോൺ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ചൂരമ്മലയിൽ മണ്ണിടിഞ്ഞ് മരിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവിടെ മറ്റേ ടൗൺഷിപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് PR തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകൈക ചെറ്റിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി ഇരിക്കുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ആൻഡ് ഓഗസ്റ്റിനല്ല, ഞാൻ നികുതി കൊടുക്കുന്ന ആൻഡ് ഓഗസ്റ്റിനല്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് മെസ്സി ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എന്നെ പോലുള്ള ലക്ഷക്കണക്കിന് കേരളത്തിലെ അർജന്റീന ഫുട്ബോൾ ക്ലബിൻ്റെ ആരാധകരായിട്ടുള്ള, ഫുട്ബോൾ ടീമിൻ്റെ ആരാധകരായിട്ടുള്ള, മെസ്സി ആരാധകരായിട്ടുള്ള കായിക പ്രേമികളെ വിശ്വാസവഞ്ചന നടത്തി വഞ്ചിച്ച, അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ച ഈ സംസ്ഥാന സർക്കാർ ഉത്തരം പറയണം. ഞാനോ? നീയും കൊടുക്കും. ഈ ഉത്തരങ്ങൾ പറയാതെ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ല എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആ മന്ത്രിയെ ചുമക്കലല്ല നമ്മുടെയും പണി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.